ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വേരിയസ് LGSും അതിലെ കമ്പനി ബോർഡ് LGS തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓൾറെഡി നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന എല്ലാം നമുക്ക് ഒരുപാട് എക്സാമുകളുടെ കാലമാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാം നമ്മുടെ എന്താണ് LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് ഇതാണ് നമുക്ക് ഇത് വരുന്നതെങ്കിലും നമ്മുടെ കമ്പനി ബോർഡ് എന്ന് പറയുമ്പോഴും മറ്റുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ നമ്മൾ നോക്കുന്ന കാര്യമാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത്. സാലറി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ നമുക്കറിയാം ഈ ഒരു LGSന്റെ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം സാലറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണ് അല്ലേ. എന്നിരുന്നാൽ പോലും നമ്മുടെ സാലറി, അതുപോലെ ആപ്ലിക്കൻസിൻ്റെ നമ്പർ, അലവൻസ്, അതുപോലെ അഡ്വൈസ്, ഇത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി എല്ലാവരും ഈ പറയുന്ന LGS എന്ന് പറയുന്ന ആ ഒരു കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ജോലി സ്വപ്നം കാണുന്നവരാണ്. അതിന് കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കുന്നവരാണ്. അതിന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സാലറി തന്നെയാണ്. സാലറി നോക്കുമ്പോൾ ഏകദേശം എന്താണ്, നമ്മളിപ്പോൾ കമ്പനി ബോർഡ് LGS നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റ് നമ്മളുടെ വേരിയസ് LGS നോക്കുകയാണെന്നുണ്ടെങ്കിലും സാലറി ഏകദേശം ഒരുപോലെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് സാലറി വരുന്നുണ്ട്. എന്നാൽ പിന്നെ എന്താണ് ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, കമ്പനി ബോർഡ് LGS ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താണ് അഡ്വൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് പേർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കൻസ് നമ്പർ കൂടുതലാണ്, അതുപോലെ തന്നെ അലവൻസും കൂടുതലാണ്. സാലറി നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ആണെങ്കിലും ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ എന്താണ് ആപ്ലിക്കൻസ് നമ്പർ, അതായത് നമ്മളുടെ നിയമന ശുപാർശ പോകുന്നത്. നമ്മുടെ കമ്പനി ബോർഡ് ഇപ്പോൾ അസിസ്റ്റന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LGS ആയിക്കോട്ടെ ഏകദേശം ഒരു 4000-3000 അടുത്തോളം ആൾക്കാർക്ക് പക്കയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ നിയമനം നടത്തുന്നത്. മറ്റത് നോക്കുമ്പോൾ അത്രയും സ്പീഡായിരിക്കില്ല, ചിലപ്പോൾ അത്രയും പേർക്ക് കിട്ടിയെന്ന് വരില്ല. ഒരു 250-300-നുള്ളിൽ തന്നെ നമുക്ക് എന്ത് വരും, നമുക്ക് ഏകദേശം ഒരു കണക്കിലാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പേർക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ജോലി കിട്ടുന്നുള്ളൂ. എന്നാൽ കമ്പനി ബോർഡിന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഒരു LGS എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് ജോലി ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ കമ്പനി ബോർഡ് LGSന്റെ ലാസ്റ്റ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12/1/2024 അത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 2426 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി വേരിയസ് നമ്മുടെ LGSും നമ്മുടെ കമ്പനി ബോർഡ് LGS തമ്മിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനെയും ക്വാളിഫിക്കേഷൻ 7th ആണെങ്കിലും കമ്പനി ബോർഡ് LGSന് ഡിഗ്രി ഉള്ളവർക്ക് വരെ എന്താണ് എക്സാം എഴുതാൻ സാധിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. 7th മാത്രമല്ല, 7th ക്വാളിഫൈ ആയി കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റും. പക്ഷെ മറ്റ് വേരിയസ് LGS എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 7th അല്ലെ ഒരു നമ്മളുടെ ഈ പറയുന്ന പോലെ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന വരില്ല, നമുക്ക് പറ്റില്ല. പക്ഷെ കമ്പനി ബോർഡിന്റെ അങ്ങനെയല്ല, നമുക്ക് എന്താ ഡിഗ്രിക്കാർക്ക് ഉൾപ്പെടെ എഴുതാൻ പറ്റുന്ന അവസരമാണ്. അപ്പം മിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്കാർ ഉൾപ്പെടെ എന്ത് ചെയ്യണം, അത്രയും നന്നായിട്ട് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് പഠിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു നല്ല രീതിയിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഡിഗ്രിക്കാർക്ക് കൂടി ഒരു അവസരമാണ് നമ്മളുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ എന്താണ് കമ്പനി ബോർഡ് എന്ന് പറയുമ്പോൾ ബെപ്കോ വരുന്നുണ്ട്, അതുപോലെ KSFE, അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 774 പേരാണ് നമ്മളുടെ നമ്മളുടെ കേരള സ്റ്റേറ്റ് ബെപ്കോയിൽ വന്നിരിക്കുന്നത്. അതുപോലെ KSFE ആണെങ്കിൽ 612 പേരാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ എന്താണ് നമ്മളുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 597 പേർക്കാണ് നമുക്ക് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് പേ കമ്പനി ബോർഡ് LGS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 23,000 രൂപയാണ്. ഇനി DA HRA ഒക്കെ നമുക്ക് പല രീതിയിലാണ്. ഇപ്പം നമുക്ക് 15% അല്ലെങ്കിൽ 4% ആണെങ്കിലും 3,450 920 വരുന്നത്. അങ്ങനെ ടോട്ടൽ 27,370 രൂപ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഡിഡക്ഷൻ വരുന്നുണ്ട്. കമ്പനി ബോർഡ് LGS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റതാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഡിഡക്ഷനും കൂടി നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മളുടെ LGS ആണെന്നുണ്ടെങ്കിലോ ബേസിക് പേ 23,000 ആണ്. അതിൽ DA 4,140 ആണ്. HRA 10% 2,800 ആണ്. അങ്ങനെ ടോട്ടൽ 32,890 രൂപയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഡിഡക്ഷൻ വരുന്നുണ്ട്. ഇത് രണ്ടും മെയിൻ ആയിട്ട് വരുന്ന കാര്യമാണ് കേട്ടോ. ഡിഡക്ഷനിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ GIS, SLI, NPS,
PF, മെഡിസെപ്പ് അങ്ങനെ 5000-അടുത്തോളം രൂപ നമുക്ക് എന്താണ് നമുക്ക് ഡിഡക്ഷൻ വരുന്നുണ്ട്. LGSനാണെന്നുണ്ടെങ്കിലും PF, PLI, GIS, മെഡിസെപ്പ്, NPS അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിലും അതിലും ഏകദേശം അത്രത്തോളം തന്നെ നമുക്ക് എന്താണ് ഡിഡക്ഷൻ വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ ഒരു 22,000 സംതിങ്ങും നമ്മളുടെ LGS ആണെങ്കിൽ 22,400 സംതിങ്ങും രൂപയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്ന വ്യത്യാസം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,000 രൂപയിൽ രണ്ടിന് നല്ല വ്യത്യാസമൊന്നും വരുന്നില്ല. സാലറി ഏകദേശം ഒരുപോലെ തന്നെ വരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് നമ്മളുടെ കമ്പനി ബോർഡ് LGS ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. നമ്മൾ ഇന്ന് നോക്കിക്കഴിയുമ്പോൾ എന്താണ് നമുക്കറിയാം, നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു പെൻഷൻ അത് നമുക്ക് ഉണ്ടാവില്ല അല്ലേ, നമുക്കത് വരുന്നില്ല. മറ്റേ LGS ആണെങ്കിൽ നമുക്ക് പെൻഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ എന്താണ് അലവൻസ് കൂടുതലാണ് അല്ലെ, അലവൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടാണ് നമുക്ക് വരുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGSന് നമ്മൾ ഇത്രയും തന്നെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല രീതിയിൽ പക്കയായിട്ട് നമ്മുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവർ നടത്തും. ഒരു താമസവും ഇല്ല, പെട്ടെന്ന് നിയമനം വന്നു പോകുന്ന ഒരു മേഖലയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. മിസ് എപ്പോഴും പറയുന്ന ആ ടൈം ഒട്ടും കളയരുത്. ഇനി വരുന്ന 2026 എന്ന് പറയുന്നത് നമ്മളുടെ ദിവസങ്ങളാണ് വരുന്നത്. നമ്മൾ എത്രയും നന്നായിട്ട് പഠിക്കുന്ന അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മിന്റ് PSC കമ്പനി ബോർഡ് LGSന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളുടെ മെന്റർഷിപ്പും അതുപോലെ മോക്ക് ടെസ്റ്റും പിന്നെ നമ്മളുടെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി RH005 എന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് മിന്റ് PSCയുടെ നമ്മളുടെ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസും ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് ക്ലാസ് ഫോളോ ചെയ്യുന്നത്, ടൈം ടേബിൾ ഉണ്ടാവുന്ന നിങ്ങൾക്ക് ടൈം ടേബിൾ, മെന്റർഷിപ്പ്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, നിങ്ങൾ ഇടയ്ക്ക് നമ്മൾ എന്താണ് അതിനുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, കമ്പനി ബോർഡ് LGSന് അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എപ്പോഴും മിസ് പറയുന്ന പോലെ തന്നെ മാക്സിമം ടൈം യൂസ് ചെയ്യുക. മാക്സിമം ടൈം യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ച് ജോലി നേടണം എന്നാണ് മിസ് എപ്പോഴും പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഓൾ.